സുഖമല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും? ഞാനൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കണേ. എഗ് ഫ്രൈഡ് റൈസ്. ഓക്കെ, ഇത് കുറച്ച് നാളുകളായി ഞാനിങ്ങനെ നിങ്ങളെ കാണിക്കണം തുടങ്ങിയിട്ട്. മനസ്സിൽ വിചാരിക്കണം, നടക്കണില്ലായിരുന്നു. പിന്നെ ഞാൻ സത്യം പറഞ്ഞ ഒരു ചിക്കൻ കറിയാണ് എല്ലാവരും ആവശ്യപ്പെട്ടായിരുന്നു. അത് നമ്മൾ കാണിക്കുന്നത് വിചാരിച്ചു തോന്നാണ്. അത് പിന്നെ ഒരു ദിവസം നമ്മൾ കാണിക്കുന്നതായിരിക്കും. അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഓർഡർ വന്നിട്ടുണ്ട്. ഇതാണെങ്കിൽ ചോറ് വേവിച്ച് എടുത്ത് വെച്ചിരിക്കണം. 1 കിലോ അരി ഉണ്ട് കേട്ടോ. അപ്പോൾ ബിരിയാണി അരി. ഇതിന് എന്തൊക്കെയാണ് വേണം ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടാം. അപ്പോൾ 1 കിലോ അരി നമ്മൾ ബിരിയാണി അരി വേവിച്ച് വെള്ളത്തിലിട്ട് വേവിച്ച് ഊറ്റി വെച്ചിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഊറ്റി വെച്ചാൽ മതി. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എത്രയാണെന്ന് വെച്ചാൽ അതങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ 1 കിലോ അരി ആയതുകൊണ്ടാണ് മുട്ടയുടെ എണ്ണം കൂട്ടണം. 8 മുട്ട വേണം. ഇപ്പോൾ അര കിലോ അരി ആണെങ്കിൽ 4 മുട്ടയും, 1 കിലോ ആണെങ്കിൽ 8 മുട്ട. ആവശ്യത്തിന് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, വിനാഗിരി എടുത്തിട്ടുണ്ട്, കുരുമുളക് പൊടി, ഉപ്പ്. പിന്നെ ഇതിൽ ഇത്രയും സാധനങ്ങൾ ചേർക്കണം. ബീൻസ് ഒരു 300 ഗ്രാം ഉണ്ടാവും. പിന്നെ ഇത് ഇത്രയും വേണ്ട, ഇതിൻ്റെ കുറച്ച് ഞാൻ അരിഞ്ഞിട്ട് കാണിച്ചു തരാം. പിന്നെ ക്യാരറ്റ് ഇതൊരെണ്ണം വേണം. ക്യാരറ്റ് ഇതിന് ഒരെണ്ണത്തിന് 250 ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഇത് അങ്ങനെ തന്നെ ഒരെണ്ണം അരിഞ്ഞിട്ട് നമുക്ക് ചോറ് ക്വാണ്ടിറ്റി കൂടുതലായതുകൊണ്ടാണ് ഞാൻ കുറച്ച് സാധനങ്ങൾ നമ്മൾ കൂടുതൽ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം വെളിച്ചെണ്ണ വേണം. പിന്നെ ഞാൻ ഈ സംഭവം നിങ്ങൾക്ക് അരിഞ്ഞ് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് അരിഞ്ഞ് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ ഇത് റൗണ്ടായിട്ട് അരിയണം. കുറച്ചൊക്കെ ഇത് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ച് സമയം എടുക്കും, എന്നാലും നല്ല രുചിയുള്ളൊരു സംഭവമാണ്. ഇതിനെ ഞാനിങ്ങനെ, അപ്പോൾ ഇതിങ്ങനെ വട്ടത്തിൽ അരിഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ട് ഇതിനെ ഇങ്ങനെ പിടിക്കണം. എന്നിട്ട് ഇതിനെ ഇങ്ങനെ അരിഞ്ഞു കൊടുക്കണം. എൻ്റെ കൈ കുറേ ഓപ്പറേഷൻ ചെയ്തതുകൊണ്ട് പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല ഗൈസ്, കാണിച്ചു തരാം. അപ്പോൾ ഇതിന് ഇങ്ങനെ നീളത്തിൽ. അപ്പോൾ എല്ലാവരും വിചാരിക്കും എന്തിനാ ഇങ്ങനെ നീളത്തിലൊക്കെ അരിയുന്നത്? അത് ഒരു ഭംഗിയാണ്, നമുക്ക് ചോറിൽ കാണുമ്പോഴും ഭംഗിയാണ്. ചിലവർ എൻ്റെ അടുത്ത് തന്നെ ചോദിക്കാറുണ്ട് ഇങ്ങനെ, അതിങ്ങനെ റൗണ്ട് അരിച്ചു കൂടെ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? റൗണ്ട് അരിയ, പിന്നെ അതിന് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞു കൊടുക്കാം. എന്നിട്ട് ഇത്ര ഇങ്ങനെ ചെറുതായിട്ട് അരിയണം. ഞാൻ നിങ്ങൾക്ക് എല്ലാം അരിഞ്ഞ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ എല്ലാം കുറേശ്ശെ ഇങ്ങനെ കാണിക്കുന്നത്. പിന്നെ ഞാൻ എല്ലാം അരിഞ്ഞെടുത്തിട്ട് കാണിക്കാം. ഇപ്പോൾ ഇത് നോക്കിക്കോളൂ. ഇതിനിങ്ങനെ ചെറിയ പീസായിട്ട് ഇങ്ങനെ അരിയണം. ഇത് ഞാൻ കനം കുറഞ്ഞ്, ഇത് ബീൻസ് മേടിക്കുമ്പോൾ മൂത്ത ബീൻസ് നോക്കി മേടിക്കരുത്. നല്ല പാകത്തിന് ഒരു ഇടത്തരം നമ്മൾ നോക്കാത്തത് നല്ല ടേസ്റ്റും ഉണ്ടാവും. അല്ലെങ്കിൽ മറ്റേത് കടിച്ചാലും മരം പോലെ കിടക്കും. അത് പയറായാലും അങ്ങനെ തന്നെയല്ലേ. ഇത് കണ്ട, ഇത് ഞാൻ എല്ലാം അരിഞ്ഞിട്ട് ഞാൻ ഒരുമിച്ച് കാണിക്കും. ഇത് ഇത്രയും ഇങ്ങനെ ബീൻസ് കുഞ്ഞായിട്ട് അരിയാം. ഓക്കെ, ഇതിപ്പോൾ ഇങ്ങനെ കാണിച്ചു. പിന്നെ ഞാൻ ക്യാബേജ്. ഓക്കെ, നീളത്തിൽ വരണം ഇങ്ങനെ. ഇപ്പൊ ഇതിന് ഇങ്ങനെ റൗണ്ട് മുറിച്ചാൽ കിട്ടില്ലല്ലോ. നല്ലപോലെ കനം കുറയണം. കട്ടി കുറഞ്ഞിട്ട് നല്ല പീസായിട്ട് നമ്മൾ മുറിച്ചെടുക്കണം. സ്ലൈസ് ആയിട്ട് ഇങ്ങനെ. ഓക്കെ, ഇത് ഞാൻ അരിയണ നോക്കിയേ. ഇപ്പം അങ്ങനെ എല്ലാവർക്കും കിട്ടിയെന്നല്ല, ശ്രദ്ധിക്കണം. ഇതിലൊരു മെഷീൻ ഉണ്ട് നമുക്ക് ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നത്. അത് ഞാൻ ഓൺലൈനിൽ കണ്ടതാണ്. അത് ഞാൻ മേടിക്കാന്ന് വിചാരിച്ചപ്പോഴേക്കും ഞാൻ തിരക്കില് പൊട്ടി, ആ വീഡിയോ പോയി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് വേണ്ട, ഇതിൽ നീളത്തിലായിട്ട് ഈ സംഭവം വരാം. നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കും വേണം. കട്ടിയിൽ ഇടാൻ പാടില്ല. വേണ്ട, ഇങ്ങനെ വരണം. ഇങ്ങനെ പീസായിട്ട് വരണം. ഓക്കെ, അപ്പം ഞാൻ ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ട് നിങ്ങൾ കാണിച്ചു തരാം. ക്യാബേജും ഞാൻ കാണിച്ചു തന്നത് ഇങ്ങനെ അരിയാൻ നീളത്തിൽ. പിന്നെ ബീൻസ് ഇത്തിരി കൂടുതൽ നിൽക്കണം. ക്യാബേജ് ഇത്തിരി കുറഞ്ഞാലും കുഴപ്പമില്ല. ക്യാരറ്റ്, പിന്നെ വെളുത്തുള്ളി, എന്താ ഒരു 5-10 വെളുത്തുള്ളി. അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. പാത്രം ചൂടാവണം. നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് വേണം നമ്മൾ എണ്ണ ഒഴിക്കണമെങ്കിൽ. അതിൽ വെള്ളം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇതിൽ വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിക്കുക. വെളിച്ചെണ്ണ നിങ്ങളുടെ അളവനുസരിച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. എത്ര ക്വാണ്ടിറ്റി ഉണ്ടോ അതിനനുസരിച്ച് നിങ്ങൾ, ഇപ്പോൾ 8 മുട്ടയുണ്ടല്ലോ, അപ്പോൾ അതിനനുസരിച്ചൊക്കെ വെളിച്ചെണ്ണ വരും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ 1 കിലോ ഇല്ലേ, 1 ഗ്ലാസ് വെളിച്ചെണ്ണ വേണം. മുട്ട ഒഴിച്ചിട്ട് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ വെളുത്തുള്ളി ആഡ് ചെയ്യാം.
ഇതിനെയാണ് എഗ് ഫ്രൈ റൈസ് എന്ന് പറയുന്നത്. നമുക്ക് പിള്ളേർക്കൊക്കെ സ്കൂളിൽ പോകുന്ന പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തുവിടാം, നമുക്കും ജോലിക്ക് പോകുന്നവർക്ക് കൊണ്ടുപോകാം. എന്തെങ്കിലും ഒരു കറി. ഇതിപ്പോൾ ഞാൻ ആ കോഴിഫ്ലവർ കാണിച്ചു തരാം. ഇതിപ്പോൾ ഇനി ഞാൻ വാങ്ങിച്ചതാട്ടോ, ഇത് ശനിയാഴ്ച വാങ്ങിച്ചതാ. നല്ലതൊരെണ്ണം വാങ്ങിക്കണം, ചെറുത് വാങ്ങിക്കരുത്. അപ്പൊ അത് നല്ലൊരു ഫൗണ്ടേഷൻ അതിനെ വേണ്ടിയിട്ട് സൈഡ് ആയിട്ട് നമുക്ക് ചിലവർ പറഞ്ഞ കറി ഇല്ലെങ്കിലും കൂട്ടാം, പക്ഷെ കറി വേണം, ചാറൊക്കെ വേണം. സലാഡ് ഉണ്ടാക്കും ഞാൻ, തൈരൊക്കെ വെച്ചിട്ട് ഒരു സലാഡ് നമുക്ക് ഉണ്ടാക്കാം. മുട്ട ഇതിലേക്ക് പൊട്ടിച്ച് വയ്ക്കണം. ഇതിനെങ്ങനെയായിട്ട് ഇളക്കി ചിക്കി എടുക്കണം. ഇതിൽ നമുക്ക് കുറച്ച് ഉപ്പും ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പും നമുക്കിത് ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് പാകത്തിനൊക്കെ നോക്കിയിട്ട് ഇട്ടാൽ മതി. ഉപ്പ് ഒരിക്കലും മുന്നിലേക്ക് കൂടിപ്പോരുത്. ഓക്കെ, അപ്പൊ ഞാനിത് ഇതാക്കിയെടുത്തു. കണ്ട, ഇപ്പൊ ഇത് പാകത്തിന് കഴിക്കും. നമ്മളൊരു ചിക്കൻ പീസ് കിടക്കണ മാതിരിയൊക്കെ കിടക്കണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതുകളെല്ലാം മൊത്തം ഇട്ടോളൂ. എല്ലാം നമ്മൾ ആഡ് ചെയ്യണം. ഇതിപ്പോ 1 കിലോ ഉള്ളത് കൊണ്ട് പച്ചക്കറി ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല, അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ് കേട്ടോ, എത്ര നമ്മള് ഇടണം എന്നൊക്കെ ഇടുന്നുണ്ട് കേട്ടാ. ഇനി പാകത്തിന് ഉപ്പ് ഇതില് ഈ പച്ചക്കറികൾക്ക് ഉപ്പ് വേണമല്ലോ, ഞാൻ നോക്കിയിട്ടിട്ടാ മതി. ഒരുപാട് കൂടുതലായാലും അതിന്റെ രുചി പോവും. എപ്പോഴും ഉപ്പ് വേണമെങ്കിൽ ഇത്തിരി കുറഞ്ഞിരുന്നോട്ടെ, എന്നാലും കുഴപ്പമില്ല. പക്ഷെ കൂടുതലായാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇത്തിരി ക്വാണ്ടിറ്റി ആയിട്ട് കൂടുതൽ ഉണ്ടാക്കണ ആളുകൾ ശ്രദ്ധിക്കണം. ഇതിപ്പോ 1 കിലോ അരിക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നോക്കണം. 2 ഗ്ലാസ് അരി, 1 കിലോ അല്ലെങ്കിൽ 1 ഗ്ലാസ് അരിക്കൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എല്ലാ ദിവസവും ഇടയ്ക്കൊക്കെ നമുക്ക് പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാം. അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാ, ഹെൽത്തി ആയിട്ടുള്ള ഫുഡല്ലേ. ഇതില് മുട്ട വരുന്നുണ്ട്, ക്യാരറ്റ്, ബീൻസ്, ക്യാബേജ് എല്ലാം നല്ല സംഭവമാണ്. മസാല മതിയില്ല, ഇതിൽ കുരുമുളക് പൊടി വരും. പിന്നെ പിന്നുള്ള സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം ഓരോന്നോരോന്നും ഇടുമ്പോ കേട്ടാ. ഇതിപ്പോ ഒന്ന് വാടി, നമുക്ക് ഇതെല്ലാം എണ്ണയിൽ കിടന്ന് വാടി. ഓക്കെ, ഇപ്പൊ നമുക്ക് ചോറ് ആഡ് ചെയ്യണം. കട്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഉടയ്ക്കാം, കുഴപ്പമൊന്നുമില്ല. ചോറ് നമുക്ക് പാകത്തിന് വേവിച്ചത്, നിങ്ങളുടെ ആവശ്യത്തിന് വേവിക്കാം. ഇത് നല്ലപോലെ മിക്സ് ചെയ്യണം സാധനം, കൂട്ടി യോജിപ്പിക്കണം. ഓക്കെ, അതിന്റെ ഇടയ്ക്ക് നമുക്ക് ഇതില് കുരുമുളക് കേട്ടാ, ഇത് 1.5 ടീസ്പൂൺ മതി, ഇത് എരിവുള്ളതാ. 2 ടീസ്പൂൺ സോയ സോസ് കേട്ടാ, ഇതും ഇതിലേക്ക് ഒഴിക്കാം. ഉപ്പ് ഞാൻ ഇടാം, ഒത്തിരി പോരായുണ്ട്. ഇതിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് നെയ്യ് ഉണ്ടല്ലോ വെച്ചാൽ നല്ലതാ. അപ്പൊ നമ്മള് വെളിച്ചെണ്ണയിലാണുള്ളത്. നമ്മള് കഴിച്ച ഞാന് ഇതിലൊരു 1 ടീസ്പൂൺ നെയ്യ് ഇടുന്നുണ്ട് കേട്ടോ, ടേസ്റ്റ് അല്ലേ. ഇത് ഉപ്പൊക്കെ പാകത്തിന് ഇട്ടിട്ടുണ്ട്. ഗൈസ്, നമുക്ക് ഇതില് 2 ടീസ്പൂൺ നമുക്ക് വിനാഗിരി ഒഴിക്കണം. ചൊർക്കയൊക്കെ എന്ന് പറയില്ലേ, അത് ഒഴിക്കണം. ഇതൊരു രുചി കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഒഴിക്കണത് കേട്ടോ, കൂടി പോയിരുത്, അങ്ങനൊരു പുളി ടേസ്റ്റ് വരും. ഇത് നമ്മൾ ഒണിയൻ്റെ തണ്ട്, ഇത് കുറച്ച് ഇപ്പോൾ ഇടാം, പിന്നെ കുറച്ച് നമ്മൾ മുകളിലേക്കും കുറച്ചിടാം. അപ്പം നമുക്കിങ്ങനെ കുറച്ചിട്ടിട്ട് ഇത് ഈസിയാണ്, നമുക്ക് ഉണ്ടാക്കാം എല്ലാവർക്കും. എപ്പോൾ വേണമെങ്കിൽ ഞായറാഴ്ച സൺഡേ ഒക്കെ വേണമെങ്കിൽ ഫ്രൈഡ് റൈസ് കഴിക്കണം തോന്നണമെങ്കിൽ ഇത് ചിക്കൻ നമുക്ക് പുഴുങ്ങി ഇതിലിടാം. ഞാൻ ഇട്ടില്ല ഒന്നും കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇത് എല്ലാം മിക്സ് ചെയ്ത് ഇളക്കി നമ്മൾ റെഡിയാക്കി തീ കുറയ്ക്കട്ടെ. എപ്പോഴും തീയൊക്കെ നമ്മൾ സിമ്മിലിട്ടും കൂട്ടിയും ഒക്കെ ചെയ്യേണ്ടത്. ഇത് എപ്പോഴും പെട്ടെന്ന് വലിയ തീ ഇട്ടിട്ട് ചെയ്യുന്ന പരിപാടിയാണ്, ചെറിയ തീ ഇട്ടിട്ട് ഒന്നും ചെയ്യാൻ നിൽക്കണത്. ഓക്കെ, തൊണ്ട് ഈ ഉള്ളി ഓണിയൻ്റെ ഇത് കൂടുതൽ കിടന്നോട്ടെ, നല്ലതാണ്. ഓക്കെ, കുരുമുളക് പൊടി കുറച്ച് ഒരു മുകളിലിട്ട് പിന്നെ ഇത് ഇളക്കി എടുക്കണം കേട്ടോ. എനിക്ക് നെയ്യ് എത്ര ഇട്ടാലും ഈ പറഞ്ഞ പോലെ നെയ്യിലൊരു ആളാണ്.
കുറച്ച് മതി, അത് ഇടണമെന്നില്ല, പിന്നെ അവിടെ ഇവിടെ ഒക്കെ ഇട്ടൊന്നും ഇടാം. ഇതിന് മല്ലിയില ഒന്നും ഇടേണ്ട കാര്യമില്ല കേട്ടോ ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതിനെ ഞാനിപ്പോൾ മൂടി വെച്ചിട്ട് നമ്മൾ റെഡിയാക്കാണ്. നല്ല തീയിൽ നമുക്ക് ഇത് മൂടി വെച്ചിട്ട് ഒന്ന് ഇച്ചിരി കൂട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് മൊത്തത്തിലൊരു ആവി മുകളിലോട്ട് വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വീഡിയോ ഇതിപ്പോൾ ഞാൻ കാണിച്ചിട്ടേ നമ്മൾ ഇതാക്കുള്ളൂ. ഇതിപ്പോൾ കഴിഞ്ഞു. ഇതൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഓഫാക്കി ഇളക്കി നമുക്ക് കറി കൂട്ടി ചിക്കൻ കറി വെക്കാൻ തരില്ല. ഞാനിപ്പോൾ ഇതാണ് കറി വെക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ഞാൻ കറി വെക്കുന്നത് കാണിക്കുന്നില്ല, വീഡിയോ ലെങ്ത് ആയിപ്പോൾ. പിന്നെ ഒരു ദിവസം ഞാനിത് കാണിച്ചു തരാം. അപ്പോൾ ഇതിപ്പോൾ റെഡിയായി. ഇനി നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരു 5 മിനിറ്റ്, കുറച്ചതാണെങ്കിൽ ഒരു 5 മിനിറ്റ് മതി. ഇപ്പം ഞാൻ അത്ര അധികം ക്വാണ്ടിറ്റി ഉള്ളത് കൊണ്ടാണ് ഈ 10 മിനിറ്റ് ഇതിലിടുന്നത്. ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇതിനെ മാറ്റി നമുക്ക് ഇപ്പുറത്ത് വെക്കാം. എന്നിട്ട് നമുക്ക് ഇതിനെ കഴിക്കാനും കൂട്ടി വെക്കാനുള്ള കറി നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കാം. ചിക്കൻ കൊണ്ട് ഉണ്ടാക്കാം, കോളിഫ്ലവർ കൊണ്ട് ഉണ്ടാക്കാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് കറി നമ്മുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കി ഇത് കൊടുക്കാം. പിന്നെ നമുക്ക് ഈ സോയാ സോസ് ഉണ്ടല്ലോ, ഇത് ഒഴിച്ചിട്ട് വിനാഗിരി ഒഴിച്ചിട്ട് പച്ചമുളക് എരിവുള്ള പച്ചമുളക് വട്ടം എരിഞ്ഞിടും. എന്നിട്ട് അതിനെ ഇത്രയും പാത്രത്തിൽ അത് റെഡിയാക്കി വെക്കും. അത് ഇതിൻ്റെ ഒരു സംഭവമാണ്. നിങ്ങൾ കടയിലൊക്കെ പോയി കണ്ടിട്ടോ, ഹോട്ടലിലൊക്കെ കിട്ടുന്നുണ്ടാവും. അത് ഇത് നല്ലതാണ്. പിന്നെ നമുക്ക് സലാഡ് എന്ന് വെച്ചാൽ സർലാസല്ലേ നമ്മൾ ഉണ്ടാക്കുക. സലാഡ് പോലത്തെ നമ്മൾ കുക്കുമ്പർ, തക്കാളി, സവോള എല്ലാം ഇട്ടിട്ട് അങ്ങനെയും ഒരു ഇതിന് നല്ലതാണ്. അപ്പോൾ ഗൈസ് ഇത് നമ്മൾ 10 മിനിറ്റായി തുറക്കാണ് കേട്ടോ. വേണ്ട, നല്ല ആവി വരുന്നുണ്ട. ഇങ്ങനെ വന്നാലാണ് എല്ലാം നമുക്ക് ഇതിലോട്ട് റെഡിയാവുള്ളൂ. ഓക്കെ, ആദ്യം ഇത് തണുക്കാതെ ചൂട്ടോട് കഴിക്കുന്നത്. പക്ഷേ പിള്ളേർ കൊണ്ടുപോയാലും കുഴപ്പമൊന്നുമില്ല, ചൂട്ട് നമ്മൾ വീട്ടിലുള്ളപ്പോൾ അങ്ങനെ കഴിക്കുന്നത് നല്ലതാണ്. അപ്പം ഞാൻ തീ ഓഫാക്കി ഗൈസ്. ഇത് ഞാൻ നിങ്ങളെ കാണിക്കാം. ഇത് നമ്മൾ സോയ സോസും നമ്മുടെ വിനാഗിരി ഇല്ലേ, ഇതും നമ്മൾ ഒഴിച്ചായിരുന്നു. ഇതിലൊരു 1.5 കപ്പും പിന്നെ സോയ സോസും അത് രണ്ട് ടീസ്പൂൺ, ഇതുപോലെ 2 ടീസ്പൂൺ മതി, കൂടുതൽ പാടില്ല. എന്നിട്ട് പച്ചമുളക് അരിഞ്ഞിട്ടു ലേശം വേണമെങ്കിൽ ഉപ്പിടാം. ഇപ്പം ഞാൻ കാണിച്ചു തരാം. അതെ, നല്ല അത്യാവശ്യം എരിവുണ്ട്. അപ്പം ഇതിനെ നമ്മൾ പിള്ളേർക്ക് ചിലപ്പോൾ ഇഷ്ടമുള്ളല്ലോ, ഹോട്ടലിലൊക്കെ ഇതൊക്കെ അറിയാമല്ലോ. ഇത്തിരി ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം ഗൈസ്. കറിയൊന്നും വേണമെന്നില്ല. അപ്പോൾ ഓക്കെ, ചൂടുണ്ടാക്കി ചൂടോടെ കഴിക്കുന്നത് ഇഷ്ടം. ഓക്കെ, ഉണ്ടോ? സൂപ്പർ. ഞാനും ഉമ്മയ്ക്ക് കൊടുത്തു നോക്കടാ. ഉമ്മയ്ക്കൊരു മൈക്കിൻ്റെ ആവശ്യമുണ്ട്, പറഞ്ഞോളൂ. അപ്പം നല്ല വിശപ്പുണ്ടോ? രാവിലെ ഒന്നും കഴിച്ചില്ല, ചുമ്മാ എന്താ കഴിച്ചെന്ന് അറിയില്ല. ഞാൻ ചോദിച്ചില്ല അവളോട്, ചായ പോലും ഉണ്ടാക്കി വെച്ചില്ല കൊച്ചിന്. അപ്പം അവസാനിപ്പിക്കുകയാണ്, വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ ബൈ. നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. എന്നെ ഇതുവരെയും എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇനിയും ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കില്ല, ഉണ്ട് നിങ്ങൾ അല്ലേ. അപ്പം ഞങ്ങൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തന്നെ വരുന്നതായിരിക്കും. ഓക്കെ ബൈ.